സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവ്വം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിനെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ അത് വെച്ച് താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ബിദ്അത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലങ്കോലപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അല്ലാഹുവിന്റെ ദീൻ സത്യമായി പുലരാൻ വേണ്ടി മാത്രം നാം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംരംഭത്തിന് അല്ലാഹു ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയമപാലകരുടെ കർശനമായ നിർദ്ദേശം പാലിച്ച് നാം ഇവിടെ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ.